viewers, this is Once Upon a Time Season 4 Stand Up for Girls, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. നമ്മളൊരു കാര്യം അറ്റംപ്റ്റ് ചെയ്ത് പരാജയപ്പെട്ട അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളത് ഓവർകം ചെയ്യാൻ, ആ പ്രശ്നം ഓവർകം ചെയ്യാൻ, തരണം ചെയ്യാൻ, അതിജീവിക്കാനായിട്ട് ഒരു വഴി കണ്ടെത്താറുണ്ട്. സോ ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, എത്രയോ തവണ വീണതിന് ശേഷമാണ് കുട്ടികൾ നടക്കാൻ പഠിക്കുന്നത്. ഈ പലതവണ വീണ കുട്ടി ഓക്കെ ഇനി എനിക്ക് ഈ പണി ചെയ്യാൻ വയ്യ എന്ന് പരാജയപ്പെട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അവൻ പിന്നീട് നടക്കില്ല. സോ അങ്ങനെ തന്നെയാണ് എപ്പോഴും നമ്മൾ ട്രൈ ടിൽ വി സക്സീഡ് എന്ന് പറയും. നമ്മൾ ജയിക്കുന്നത് വരെ നമ്മൾ എപ്പോഴും ശ്രമിക്കുക. എന്തായാലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം സ്റ്റാൻഡപ്പ് കൊമീഡിയന്മാർ, ഫീമെയിൽ സ്റ്റാൻഡപ്പ് കൊമീഡിയന്മാരാണ് നമ്മുടെ Once Upon a Time Season 4 ഭാഗമാകുന്നത്. ഒരു പുതുമയാർന്ന എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു പവർ പാക്ഡ് എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി ആൻഡ് രചന നാരായണൻകുട്ടി. ജയിക്കുന്ന ആൾക്കാർ തോക്കുന്ന ആൾക്കാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിലൊന്ന്, ഒരുപാട് പേര് തുടങ്ങും പല കാര്യങ്ങളും. എല്ലാവരും ജീവിതത്തിൽ തുടങ്ങും. അത് ആരംഭശൂരത എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത്. ഒന്ന്, ഇത്തവണ ഒന്ന് നന്നാവണം തീരുമാനിക്കും, വളരെ മോട്ടിവേറ്റഡ് ആകുമ്പോൾ തുടങ്ങും, വളരെ സന്തോഷമുള്ളപ്പോൾ തുടങ്ങും. പക്ഷെ ഇവന് ഉദ്ദേശിച്ച പോലെ ഒരാഴ്ച ജിമ്മിൽ പോയി സിക്സ് പാക്ക് വന്നില്ല, ഒരു ബിസിനസ് തുടങ്ങി, ഒരു മാസം കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇച്ചിരി ലോസ് വന്നു, സിനിമയിൽ അഭിനയിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി നടന്നു, ഒരു കൊല്ലം കഴിഞ്ഞിട്ടും അവസരം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഉദ്ദേശിച്ച പോലത്തെ റിസൾട്ട് വരാതാകുമ്പോൾ ഇവൻ അത് നിർത്തും, വേറൊരെണ്ണം തുടങ്ങി നോക്കും. അതാ രക്ഷപ്പെടുന്ന വഴി എന്ന് ഓർക്കും. വേറൊരെണ്ണം തുടങ്ങി നോക്കും. പക്ഷേ തുടങ്ങുന്ന ഒരു സ്ഥലത്ത്, ലക്ഷ്യം ഫോക്കസ് ഉള്ളൊരു സ്ഥലത്ത് തുടങ്ങുകയും വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കുറേ നാൾ അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ വന്നാലും അത്രയും നാളത്തെ അധ്വാനവും കൂടെ കണക്ക് കൂട്ടി പലിശയോടുകൂടി ഇത് തിരിച്ചു കിട്ടുന്നതാണ് പലരുടെയും കാര്യത്തിൽ എപ്പോഴും കണ്ടിട്ടുള്ളത്. ഇവിടെയുള്ള പല ആൾക്കാരും, നമ്മുടെ പരിപാടിക്ക് വരുന്നവരെല്ലാവരെയും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, പലരും വീട്ടമ്മമാരാണ്, റിട്ടയർഡ് ആയിട്ടുള്ളവരുണ്ട്, ജോലിക്കാരുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്, സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ. എനിക്ക് ഇങ്ങനെ ഒരു ബോധ്യമുണ്ട്, ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുന്നു, പറഞ്ഞു നോക്കുന്നു, ഇവിടെ വന്ന് നമുക്ക് മുന്നിൽ അവരുടെ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കുന്നു. ഏറ്റവും വലിയ അത്ഭുതം, ഇപ്പോൾ ഇത് പലരിലും ഈ ഒരു പ്രതിഭ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പലരും നർമ്മം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫ്ലാറ്റുകൾ പോലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ഫ്ലാറ്റിൻ്റെയൊക്കെ ആഘോഷങ്ങളിൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയും കൂടെ നടക്കുന്നുണ്ട്. ഒരു 4 കൊല്ലം മുമ്പ് 5 കൊല്ലം മുമ്പൊക്കെ തിരുവാതിര സ്ഥിരം പരിപാടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതും കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മളെയും നമ്മുടെ പരിപാടിയും ഓർക്കുന്നു എന്നും പല വഴിക്ക് നമുക്ക് അറിയാൻ കഴിയുന്നു. അതും വലിയ സന്തോഷമാണ്. നമ്മുടെ Once Upon a Time'ന്റെ ഓഡീഷന് നമ്മൾ ക്ഷണിക്കണമെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ 2-3 സുഹൃത്തുക്കൾ, അതായത് വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കൾ, പിഷു കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞതുപോലെ എന്ത് പറഞ്ഞാലും നമ്മൾ തളർത്തി അങ്ങനെ ആഘോഷിക്കുന്ന അതിലൊരാൾ ചോദിച്ചു, രച്ചു ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. വാ. അയ്യോ വേണ്ട അല്ലേ, ചളി പറയാൻ പറ്റുന്ന ഒരു വേദി അല്ലല്ലോ അതെന്ന്. അപ്പോൾ ആളുടെ ഒരു നിരീക്ഷണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഷോ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ് എന്നുള്ളതാണ്. അവിടെ ഞാൻ വന്ന് ചളി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ എന്നൊരു ചിന്ത പലർക്കും ഉണ്ട്. പക്ഷേ അതിൽ നിന്നാണ് നമ്മളെല്ലാവരും തുടങ്ങുന്നത്. അതെ. എന്നാ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ജഡ്ജിംഗ് സീറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ്. സ്റ്റാൻഡപ്പ് പോരാട്ടത്തിലെ പെൺ പടയാളികളെ വെൽക്കം ചെയ്യുകയാണ്. ലെറ്റ്സ് ഹാവ് നിറ്റി ആൻഡ് ജയശ്രീ. നിറ്റി ആൻഡ് ജയശ്രീ. ജയശ്രീ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ഫ്ലോറിൽ വരുന്നത്. ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം വന്ന് തകർത്ത് പെർഫോം ചെയ്ത് പോയ ഒരാളാണ്. അപ്പൊ ആദ്യം ജയശ്രീയുടെ വിശേഷങ്ങൾ അറിയാം. പറയൂ, എവിടെ നിന്നാണ് വരുന്നത്, എന്ത് ചെയ്യുന്നു? ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. കോട്ടയത്ത് നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇതിനോടകം. കോട്ടയത്ത് വാകത്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത് നീലമന ഇല്ലത്ത് നിന്നാണ് വരുന്നത്. നമ്മുടെ വാകത്താനം നീലമന ഇല്ലത്തിലെ വാമന നമ്പൂരിയുടെ അല്ല, ശങ്കരൻ നമ്പൂതിരിയുടെ വൈഫാ. ഗംഭീരായി. അത് മാത്രല്ല, ചുമ്മാ അങ്ങ് ചിരിച്ചോണ്ടിരിക്കുക. നോക്ക നിങ്ങള്, നിർത്താൻ പറ്റുന്നില്ല. ഇവിടെ വന്നപ്പോ തൊട്ട് ചിരിച്ചോണ്ടിരിക്കുക. അല്ല, എന്റെ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു, എന്തോ നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ, ആരെങ്കിലും ഒരാൾ പറ.
ചിരിക്ക് വേറൊരു കാര്യമുണ്ട്. അവിടെ സ്റ്റാൻഡപ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്നിടക്ക് സ്വന്തം മോന്റെ കല്യാണം നിശ്ചയിച്ച് കുറി സഹിതം കൈമാറിയിട്ടുണ്ട്. എങ്ങനെ കല്യാണത്തിന് കഴിക്കാനുള്ള പെൺകുട്ടിയെയും കണ്ട് കുറിയും സഹിതം കൈമാറി. പുറത്ത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയത്തില്ലേ, ഒരു കല്യാണം തീരുമാനമായോ ഈ ഫ്ലോറിൽ വന്നിട്ട്? കുട്ടിയുടെ ഫാമിലി അറിഞ്ഞിട്ടില്ല. കുട്ടി പറഞ്ഞു നോക്കാം വരട്ടെ. അമ്മായിയമ്മ വളച്ച നാളെ ഹോറോസ്കോപ്പ് കൈമാറാവുന്ന വരെ ആയിട്ടുണ്ട്. ആദ്യമായിട്ട് എങ്ങനെയാ ചോദിച്ചത് അത് പറഞ്ഞേ. ശരി, ഞാൻ അതാണ് കുട്ടി ഡയാൻ, ആ പച്ചയിട്ട് നിൽക്കുന്നതാണ് ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി രാവിലെ എന്ത് ചെയ്യണം എന്ന് അറിയേണ്ട പണിക്കും പോകേണ്ട അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഒന്ന് അല്ല നല്ല കൊച്ചാണ്. അപ്പം ചെക്കൻ്റെ അമ്മയാണ്. ഒന്ന് ചോദിച്ചു, ഒന്ന് അറിയാനുള്ള കൊതിയുണ്ടാ? ആ മോളെ എന്നാ ഉണ്ട്? സുഖമായിട്ടിരിക്കുന്നല്ലേ? എന്നാ ഉണ്ട്? എനിക്ക് നിന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടായി കൊള്ളാന്നൊരു ആഗ്രഹം. പോരുന്നോ കൂടെ? ഞാൻ തമാശക്കൊന്ന് ചോദിച്ചു പോയതാ, ഇത്ര ഏക്കേണ്ടി വരും അറിഞ്ഞില്ല. അതെന്തിനായിരുന്നറിയാവോ? ചേച്ചി നോക്കിയപ്പം ഒരു കണ്ടസ്റ്റന്റ് ഇച്ചിരി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അവള് നാളെ വന്ന് ഫസ്റ്റ് അടിക്കാനുള്ള സാധ്യത കണ്ടപ്പോൾ അവന്റെ മനസ്സിളക്കി അവളുടെ ഏകാഗ്രത കളഞ്ഞ് അവളെ വെറുതെ മോഹിപ്പിച്ച് അവളുടെ മനസ്സിൽ പ്രണയം കുത്തിവെച്ച് നശിപ്പിച്ചില്ലാണ്ടാക്കി ഫസ്റ്റ് അടിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയാണിത്. ഓക്കെ, അതൊക്കെയാണ് ജയശ്രീ ചേച്ചിയുടെ വിശേഷങ്ങൾ. എന്തായാലും നമ്മുടെ ഫ്ലോറിലേക്ക് വന്നതിൽ സ്വാഗതം. യെസ് നിറ്റി, വീണ്ടും നമ്മുടെ ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെയിരുന്നു ആദ്യം വന്നതിന്റെ ഫീഡ്ബാക്സ് ഒക്കെ എങ്ങനെയുണ്ട്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു? എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാരും ചോദിച്ചു നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുമോന്ന് ചോദിച്ചു. എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് വർക്കിംഗ് വിമനും ഇവിടെ വന്ന് പങ്കെടുക്കാന്നുള്ളതാണ്. ഞങ്ങളുടെ ആ ഷെഡ്യൂൾ ഞാൻ കോട്ടയം റബ്ബർ ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഷെഡ്യൂൾ ഇവർ അതനുസരിച്ച് തന്നു. അതെ അതെ അതെ. അല്ല, ഞങ്ങളെ ഇവിടെ ആയ കാലം തൊട്ട് ഇവിടെ കഴിഞ്ഞ ഷെഡ്യൂളിലൊക്കെ ചില ജോലിക്കാര് ചില ആൾക്കാരൊക്കെ വരുമ്പോ ഞങ്ങൾ മറ്റു പല ചാനലിന്റെയും ഗ്രൂമിങ്ങിന്റെ പണിയായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വരും, പിന്നെ അവർ വേറെ ചാനലിൽ പോയൊക്കെ ചെയ്യുമ്പോഴും സത്യത്തിൽ ഞങ്ങൾ അതിനൊന്നും എതിർത്തിട്ടില്ല. ഇവിടെ വരുന്ന എല്ലാവർക്കും ഏറ്റവും നല്ലത് എന്ത് സംഭവിക്കണോ എങ്ങനെ പോകണോ അതിനെല്ലാം വളരെ സന്തോഷത്തോടെ വിടുന്ന ഒരു പരിപാടിയാണ് ഫണ്ട്സ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞ പരിപാടി. അങ്ങനെ ഫണ്ട്സ് അപ്പോൺ എ ടൈം കാരണം ഒരു ദിവസത്തിൽ പോലും റബ്ബർ ബോർഡ് നഷ്ടത്തിലോടരുത് എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ് ഞാൻ. മുതലാളിക്ക് നിർബന്ധമാണ്. അത് ഞാൻ കാത്തു സൂക്ഷിക്കും. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ ആരാണ് ആദ്യം പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ ഒരു കഥ തരും. അതായത് 3 സിനിമകളുടെ കഥ കോർത്തിണക്കിയ ഒരു കഥയാണത്. അത് 3 നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ആര് ആദ്യം പറയുന്നോ അവരായിരിക്കും ആദ്യം പെർഫോം ചെയ്യുക. ക്ലിയർ ആയോ? അത് പറയാനായിട്ട് ഒരാൾ വരും. യെസ്, നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു താത്ത ഫ്രോം മാക്സ്. നമസ്കാരം താത്ത. സുഖല്ലേ? അടിപൊളി. താത്തന്ന് ഭയങ്കര കാറ്റ് വാക്കിലൊക്കെ ആണല്ലോ വന്നത്. പിന്നെ ഞാനിപ്പോ ഇതിനു വേണ്ടി പഠിച്ചോണ്ടിരിക്കല്ലേ. ഡയാനയാണോ പഠിപ്പിക്കണേ? നിങ്ങളിവിടെ പിടിച്ചു നിൽക്കണ്ടേ? എന്നാ കഥ പറയാം ഇനിയിപ്പോ ശരിയാവൂല. ഉത്തരത്തിലേക്ക് നോക്കല്ലേ. എന്നാ പിടിച്ചോ കഥ. ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന് വിശ്വസിച്ചിരുന്ന ചാക്കോ മാഷിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് മൂത്ത മകനായ തോമസ് ചാക്കോ നാടറിയുന്ന ഒരു ഗുണ്ടയായി മാറിയത്. ഒടുവിൽ അയാൾ മകന് പകരം പായ വയ്ക്കുന്നതാണ് ട്രെൻഡ് എങ്കിലും അതിന് പകരം അതിൽ നിന്ന് മാറി ഒരു 18-ാം പട്ട തെങ്ങ് വെച്ചു. എന്നാൽ ഇതൊന്നും അറിയാതിരുന്ന അമ്മ നായകൻ ദുബായിലാണെന്ന് കരുതി വാടകയ്ക്ക് താമസിക്കാൻ വന്ന പെൺകുട്ടിയുമായി നായകന് കല്യാണം ആലോചിച്ചു. ഈ കാര്യം അറിയാതെ മാർക്കറ്റിൽ പാടി നടക്കുകയായിരുന്നു നായകൻ. വീട്ടിലെത്തി കല്യാണക്കാര്യം അറിഞ്ഞ നായകൻ ദുബായിലെ ക്രിസ്ത്യാനി ഷെയ്ഖിന്റെ മകളുമായി തന്റെ കല്യാണം ഉറപ്പിച്ചതെന്ന് നുണ പറഞ്ഞ് തിരിച്ച് വാളയാറിലേക്ക് തിരിച്ചു പോകുന്നു. നായകൻ തന്റെ ബുദ്ധി ഉപയോഗിച്ച് പാൽവണ്ടിയുടെ അടിയിൽ ചന്ദനത്തടികൾ വെച്ച് ചെക്ക് പോസ്റ്റ് കടത്തി പോലീസിനെ കബളിപ്പിക്കുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ തുടരെ വന്നപ്പോഴും അതൊന്നും കൂസാതെ നായകൻ ഗുണ്ടയുടെ കല്യാണത്തിന് പോയി പാട്ടുപാടി ആസ്വദിച്ചു കൊണ്ടേയിരുന്നു.
കിട്ടിയാ ഒരെണ്ണേ കിട്ടിയുള്ളൂ. ഒരെണ്ണം കിട്ടിക്കാണോ? പറയട്ടെ. ആ പറ. സ്ഫടികം. അമ്പടാ. ആദ്യത്തേത്. രണ്ടാമത്തെ ഒന്ന് ലയണാണോ? ഏ ലയൺ അല്ല ആ ലയൺ പോലത്തെ വേറൊരു പടം ആ അതുപോലത്തെ ആണോ? അല്ല ആള് ഹീറോ ഒരാളാ. ഏ ദിലീപേട്ടന്റെ ഫിലിമാ? ആ അതിന് വേണ്ട Highway. ആ റൺവേ. കയ്യടി ഇവിടെ രണ്ടെണ്ണം പോയി സാർ. ഓക്കെ ആ ഒരെണ്ണം കൂടെ ഉണ്ട്, പറഞ്ഞു ആരാന്ന് വെച്ചാ. കൂടി ഉണ്ട് ഇങ്ങനെ ഓ അണ്ടവാമാവാ ഓ അണ്ടവാമാവാ. ഒന്ന് കിള്ളുന്നുണ്ട്, ഇച്ചിരി വികാരം ഇടാമോ? നമുക്ക് അന്യഭാഷയിലേക്ക് പോണം. നമ്മുടെ ഇല്ലേ? തമിഴ് പടാ തമിഴ തമിഴല്ല തെലുങ്കോ. തെലുങ്ക് തമിഴ് തെലുങ്ക് മലയാളം. തമിഴിലേക്ക് ഡബ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. പൂവിന്റെ പര്യായ പദം. ചേച്ചി പൂവിന്റെ പര്യായം പറ. കുസുമം അതിന്റെ പേരിലുള്ളൊരു വിമാനത്തിലാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത്. സ്ത്രീകൾക്ക് പേരിടും. ഒന്ന് പറയൂ. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ വിമാനത്തിൽ പുഷ്പ. പുഷ്പ. എന്റെ ഈശ്വരന്മാരെ, ഞാനതല്ല, ഇത് ഈ പരിപാടി അല്ലു അർജുൻ എങ്ങനെ ഇരുന്ന് കാണും? അല്ലു അർജുൻ എന്തുമാത്രം വേദനിക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലുകൂട്ടൻ ആലോചിക്കില്ല, ഞാൻ ഇത്ര ഹിറ്റ് അടിച്ചിട്ട് ഇവരൊന്നും എന്നെ അറിയുന്നില്ലല്ലോ എന്ന് ആലോചിക്കില്ലേ? എനിക്ക് ഒരു കാര്യം പറയാനില്ലായിരുന്നു. ഈ ഭാഗം കട്ട് ചെയ്തേക്കണം. ടെലികാസ്റ്റ് ചെയ്യരുത്. ഇതേ ചെയ്യൂ. ഭാഗ്യമുണ്ടെ അവൻ ഇതെടുത്ത് പ്രൊമോയിലിടും. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ കല്യാണം ആലോചിച്ച പെണ്ണില്ലേ, ഇപ്പൊ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോ. അപ്പൊ ഒന്നാം സ്ഥാനം ഇവിടെ കൊടുക്കല്ലേ? എന്നാ അത് അവിടെ കൊടുത്തേര്. പറഞ്ഞു പറയിപ്പിച്ചല്ല. ആ